പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മണിപ്പൂർ സംസ്ഥാനത്തിലെ സലാപ്പോട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. ഇത് കുക്കികളുടെ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഇത് കാങ്കിപ്പോക്കി എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു ഗ്രാമമാണ്. കുക്കികൾ മാത്രം പാർത്തുകൊണ്ടിരുന്ന 142 വീട്ടുകാരുണ്ടായിരുന്ന ഒരു ഗ്രാമമാണ്. മനോഹരമായ ഗ്രാമത്തിൽ അവരെല്ലാവരും വളരെ സ്നേഹത്തോടും ഐക്യത്തോടും ആനന്ദത്തോടും കൂടെ ജീവിച്ചു വരവെയാണ് കഴിഞ്ഞ 3-ാം തീയതി രാത്രി, അതായത് മെയ് 3-ാം തീയതി രാത്രി ഇവിടേക്ക് ഒരു പറ്റം മേത്തി സഹോദരങ്ങൾ വരികയും അവരുടെ വീടുകൾ മാത്രമല്ല, ഈ മനോഹരമായിരിക്കുന്ന ദേവാലയം കൂടെ, ഇതവരുടെ കുക്കികളുടെ മനോഹരമായിരിക്കുന്ന ബാപ്റ്റിസ്റ്റ് ദേവാലയമാണ്. ഇതുകൂടെ അവർ പെട്രോൾ ഒഴിച്ച് മുഴുവനായിട്ട് പൂർണ്ണമായി കത്തിക്കുകയും ഇവിടുത്തെ സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾ അവരെ ചിതറിപ്പോയി, പലയിടങ്ങളിലേക്ക് അവരെ ചിതറിപ്പോയി. അവിടുത്തെ ഒരു യുവതി, അവളൊരു ടീച്ചറാണ്, 80 കുട്ടികളുണ്ടായിരുന്ന വിദ്യാലയത്തിൽ പള്ളിയുമായിട്ട് ചേർന്ന് അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാട്ടിലേക്ക് അന്ന് രാത്രിയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഒരുപാട് ദൂരം അലഞ്ഞു തിരിഞ്ഞു. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വളരെ മൃഗീയമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ. ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവരിൽ പലരും എവിടേക്ക് പോയെന്ന് ആ ഗ്രാമക്കാർക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. ചിലരൊക്കെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ അവരുടെ ആ വിശ്വാസവും അവരുടെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൽ ഉള്ള ആ ഉറച്ച നിലപാടുകളെയൊക്കെ കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഇവിടുന്ന് 28 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒരു നാഗ ചർച്ചാണ് അവരേറ്റെടുത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കൊടുക്കുന്നത്. അവരുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടല്ലോ.